ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ ഈ ചെറിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മറ്റു വിശേഷങ്ങളൊക്കെ ഇട്ടിട്ടല്ലേ എപ്പോഴും വീഡിയോ ഇടാറ്. അപ്പോൾ എനിക്ക് തോന്നി എന്നെ ഒന്ന് പരിചയപ്പെടുത്തി എൻ്റെ കാര്യങ്ങളും കുറേ ആൾക്കാർക്ക് അറിയാൻ ആകാംക്ഷ ഉണ്ടാവും. എനിക്ക് എന്ത് പറ്റിയതാണ്, എന്താണ് എൻ്റെ വിശേഷങ്ങൾ, എന്ത് ചെയ്യുന്നു, എനിക്ക് ആരൊക്കെയുണ്ട് എന്നൊക്കെ അറിയാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ആകാംക്ഷ ഉണ്ടാവും. ചിലർക്കൊക്കെ ചോദിച്ചിട്ടുണ്ടാവും ഇവർക്ക് എന്ത് പറ്റിയതാണ്, വീൽ ചെയറിൽ കാണുന്നത് എന്ത് പറ്റിയതെന്നൊക്കെയുള്ള ഡൗട്ടുകളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. എൻ്റെ സ്വന്തം സ്ഥലം പടിയൂരാണ്, ഇരിട്ടി പടിയൂർ, കണ്ണൂർ ജില്ലയിൽ ഇരിട്ടി പടിയൂരാണ് എൻ്റെ സ്വന്തം സ്ഥലം. എനിക്ക് നമ്മൾ 5 മക്കളാണ്, അച്ഛനും അമ്മയ്ക്കും 4 പെണ്ണും ഒരാണും. അമ്മ മരണപ്പെട്ടു. അമ്മ പോയിട്ട് ഇപ്പോൾ 9 വർഷത്തോളമായി. എനിക്ക് പോളിയോ വന്നതാണ്. പോളിയോ എന്ന് വെച്ചാൽ അന്നത്തെ കാലത്തൊന്നും പോളിയോ തുള്ളി മരുന്നും അങ്ങനെ ഇഞ്ചക്ഷനൊന്നും ആ കാലത്തൊന്നും ഉണ്ടായില്ല. എനിക്ക് ഈ പോളിയോ എന്ന അസുഖം വന്നതിന് ശേഷമാണ് എൻ്റെ ഏച്ചിമാർക്ക് 2 പേർക്കും പോളിയോ തുള്ളിമരുന്ന് കൊടുത്തതെന്നാണ് അച്ഛനും അമ്മയും പറഞ്ഞത്. എനിക്ക് ഒരു വയസ്സ് വരെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. 8-ാം മാസം തൊട്ട് ഞാൻ നടക്കാൻ തുടങ്ങിയെന്ന് അമ്മ പറഞ്ഞ അറിവാണ് കേട്ടോ. 8-ാം മാസം തൊട്ട് ഞാൻ ചുവട് വെച്ച് നടക്കാൻ. എൻ്റെ ചേച്ചിമാരൊക്കെ 1 വയസ്സൊക്കെ കഴിഞ്ഞപ്പോഴാണ് നടത്താൻ പഠിച്ചത്. പക്ഷെ ഞാൻ ചെറുപ്പത്തിൽ ഇനിയിപ്പോൾ നടക്കാൻ എൻ്റെ വിധി അങ്ങനെ ആയിരിക്കും. 1 വയസ്സായപ്പോഴും എനിക്ക് പോളിയോ വന്ന് നടക്കാൻ പറ്റാണ്ടായി. അപ്പോൾ 8-ാം മാസത്തിൽ 8 അടി വെക്കുന്നൊക്കെ കേട്ടിട്ടുണ്ട്. 8-ാം മാസം 8 അടി വെക്കണം എന്നൊക്കെ. അപ്പോൾ അങ്ങനെ നടന്ന എനിക്കത് ഓർമ്മയൊന്നുമില്ല കേട്ടോ, കുഞ്ഞല്ലേ. അപ്പോൾ അങ്ങനെ നടന്നതായിട്ടൊന്നും എനിക്ക് ഓർമ്മയില്ല. എൻ്റെ ഓർമ്മ വെച്ച കാലം പോലെ ഞാൻ ഇങ്ങനെയാണ്. അപ്പം അമ്മ പറഞ്ഞിട്ട് ഒരുപാട് ചികിത്സയൊക്കെ ചെയ്തു. എനിക്കിപ്പോൾ ഒരു 10 വർഷമേ ഉള്ളൂ കേട്ടോ ചികിത്സ നിർത്തിയിട്ട്. അതുവരെ എനിക്ക് എൻ്റെ അച്ഛനമ്മയും എന്നെ കൊണ്ടുപോകാൻ പറ്റുന്നിടത്തൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് ചികിത്സിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ നിന്നാണ് ഞാൻ രക്ഷപ്പെടുകയെന്ന് എന്തായാലും എല്ലാ അച്ഛനമ്മമാർക്കും ആഗ്രഹം ഉണ്ടായാലും മക്കൾ എഴുന്നേറ്റ് നടക്കണം. എൻ്റെ ചേച്ചിമാരും അനിയത്തി അനിയനൊക്കെ സ്കൂളിൽ പോകുമ്പോഴും അവർ ഓടിച്ചാടി കളിക്കുമ്പോഴൊക്കെ എനിക്ക് എൻ്റെ അച്ഛനമ്മക്കും ഞാനും അവർ പോലെ അവരെ കൂടെ ആവണം എന്നൊക്കെ അവർക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ. അതുകൊണ്ട് തന്നെ അവരെന്നെ മാക്സിമം എനിക്ക് കൊണ്ടുപോകാൻ പറ്റുന്നിടത്തൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. എന്നെ സന്തോഷിപ്പിക്കാൻ പറ്റുന്നിടത്തൊക്കെ അവർ സന്തോഷിപ്പിച്ചിട്ടുണ്ട്. എന്നാലും നമ്മൾ ചിന്തിക്കില്ലേ, നമ്മളുടെ ഉള്ളിൽ എല്ലാവരും കളിക്കുകയും ചിരിക്കുകയും ഓടിച്ചാടി നടക്കുകയും സ്കൂളിൽ പോവുകയൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരും പോലെ തന്നെ എനിക്കും വിഷമമുണ്ടായിരുന്നു കേട്ടോ. ഞാൻ മാത്രം ഇങ്ങനെ അല്ലായല്ലോ. എനിക്കും അതുപോലെ സ്കൂളിൽ പോകണം, ബാഗ് തൂക്കി സ്കൂളിൽ പോകണം, പുതിയ യൂണിഫോം ഇട്ടിട്ട് പോകണം, അങ്ങനെയൊക്കെ എനിക്ക് ചെറുപ്പത്തിൽ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഞാനത് ആരെ അറിയിക്കില്ല. കാരണം വെച്ചാൽ ഞാൻ ഒരിക്കലും എപ്പോഴും അങ്ങനെ എൻ്റെ സങ്കടങ്ങൾ ഞാൻ ആരും അറിയിക്കില്ല. എല്ലാവരും മുന്നിൽ എപ്പോഴും ഞാൻ ചിരിച്ചുകൊണ്ടാണ് ഉണ്ടാവുക. കാരണം എനിക്കതാണ് ഇഷ്ടം. എൻ്റെ സങ്കടങ്ങൾ എൻ്റേത് മാത്രമായിരിക്കണം ഞാൻ എന്ന് ആഗ്രഹിക്കാറ്. അങ്ങനെ ജീവിച്ച് അടിപൊളിയായിട്ട് ഇങ്ങനെ പോകുന്ന ടൈമിലായിരുന്നു പെട്ടെന്നൊരു നമ്മളെ ജീവിതം കണ്ട് അസൂയ തോന്നിയിട്ടായിരിക്കും ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് കേട്ടോ. അമ്മയ്ക്കൊരു ക്യാൻസർ എന്നൊരു രോഗം പിടിപെട്ടു. അറിഞ്ഞില്ല. അമ്മക്ക് പെട്ടെന്ന് ഭയങ്കര ക്ഷീണമൊക്കെ ആയി, ഇടയ്ക്ക് തലകറക്കം അങ്ങനെ. അപ്പം ഞാനും അച്ഛനും അമ്മയും മാത്രമേ വീട്ടിലുണ്ടായിരുന്നു. ഒക്കെ എല്ലാവരും കല്യാണം കഴിച്ച് പോയി. ആങ്ങളെ ബാംഗ്ലൂരായിരുന്നു. ഞാനും അച്ഛനും അമ്മയും മാത്രമേ വീട്ടിലുണ്ട്. അപ്പോൾ ഞാൻ അമ്മയുടെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പൊതുവേ മടിയാണ്. എന്ത് വന്നാലും ആശുപത്രിയിൽ നിന്ന് അങ്ങനെ പോവില്ല. അങ്ങനെ കുറേ പിന്നീട് തീരെ വയ്യാണ്ടായപ്പോൾ ഏച്ചി വന്ന് അവരൊക്കെ വന്ന് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി. കണ്ണൂർ ജില്ലയിലെ ഒട്ടുമിക്ക ഹോസ്പിറ്റലിൽ തന്നെ അമ്മേനെ കാണിച്ച് എല്ലാ ചെക്കപ്പും ചെയ്തു. പക്ഷേ ഡോക്ടർമാർക്കൊന്നും പിടികിട്ടിയിട്ടില്ല. ഈ ക്യാൻസറിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ലാസ്റ്റ് സ്റ്റേജിലാവുമ്പോൾ മാത്രമേ ഈ ക്യാൻസർ കണ്ടുപിടിക്കാൻ പറ്റൂ. ഞാൻ പൊതുവെ അറിഞ്ഞ എല്ലാവർക്കും അങ്ങനെയാണ്. ഏറ്റവും ലാസ്റ്റാണ് അറിയാൻ പറ്റും. അപ്പോൾ തന്നെ നമുക്കെല്ലാം കൈവിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലാവും. ലാസ്റ്റ് മംഗലാപുരത്താണ് അമ്മേൻ്റെ രോഗം കണ്ടുപിടിച്ചത്. മംഗലാപുരം ഹെഗ്ഡെ ഹോസ്പിറ്റലിലാണ് അമ്മയുടെ ക്യാൻസർ ആണെന്ന് കണ്ടുപിടിച്ചത്. അതിനുശേഷം ബയോപ്സി ചെയ്യാൻ പറഞ്ഞ് ബയോപ്സി ചെയ്തു. അമ്മ നാട്ടിലേക്ക് തിരിച്ചു വിട്ട് 9 ദിവസം കഴിയുമ്പോൾ റിസൾട്ട് കിട്ടു. അപ്പോൾ റിസൾട്ട് കിട്ടിയപ്പോൾ ഡോക്ടർ പറഞ്ഞു 4th സ്റ്റേജിലായി, ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ എനിക്കതൊന്നും അറിയില്ലായിരുന്നു. എത്രത്തോളം അമ്മക്ക് സീരിയസ് ആണ്, രക്ഷപ്പെട്ടില്ലെന്ന് എനിക്കറിയുണ്ടായില്ല. അങ്ങനെ അമ്മ തലശ്ശേരി ക്യാൻസർ സെൻറ്ററിൽ അഡ്മിറ്റാക്കി. അമ്മ തിരിച്ചു വരുന്നതിനാക്കി ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ ഞാൻ വിളിക്കുമ്പോഴൊക്കെ അമ്മ സംസാരിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് അമ്മനെ തീർത്തും അമ്മ പോകേണ്ട ഒരു അവസ്ഥയിലതിപ്പോൾ ഇവർ കോഴിക്കോടൊക്കെ മാറ്റിയപ്പോൾ എന്നോട് ഒരു ചെക്കപ്പിന് വേണ്ടി കൊണ്ടുപോയതാണെന്നാണ് പറഞ്ഞത് അമ്മേനെ. ഞാനത് വിശ്വസിച്ചു. അങ്ങനെ ലാസ്റ്റ് പെട്ടെന്ന് അമ്മേനെ മരണ വാർത്ത അതെൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സങ്കടമായിരുന്നു കേട്ടോ. ഇപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു ഇതായിരുന്നു. വെച്ചാൽ അമ്മയായിരുന്നു എനിക്ക് എല്ലാവരും നമ്മളെപ്പോലെ വയ്യാത്തൊരു ഒരു പെൺകുട്ടിക്ക് അമ്മ എന്നൊരു താങ്ങ് ഭയങ്കരമല്ലേ. എല്ലാത്തിനും എനിക്കപ്പോൾ സഹായത്തിന് ആൾ വേണമായിരുന്നു. അപ്പം അമ്മയായിരുന്നു എനിക്ക് എല്ലാത്തിനും കൂട്ടുണ്ടായത്. അപ്പം അങ്ങനെ അമ്മ പെട്ടെന്ന് മരണപ്പെട്ടു. മരിച്ചതിന് ശേഷം പിന്നെ അത്ര വരെ എനിക്ക് മറ്റാരും ഏച്ചിമാരും അവരൊക്കെ അവരുടേതായ ലോകത്തായിരുന്നു. അപ്പം അമ്മയുണ്ടല്ലോ എനിക്ക് എൻ്റെ കൂടെ, അച്ഛനും അമ്മയുണ്ടല്ലോ. അപ്പം
പ്രത്യേകിച്ച് എന്നെ കെയർ ചെയ്യേണ്ട ആക്കേണ്ടതൊന്നും അവസ്ഥ അവർക്കാരും വന്നിട്ടുണ്ടായില്ല. പക്ഷേ അമ്മ പോയതിന് ശേഷം എൻ്റെ കൂടപ്പിറപ്പുകളുടെ സ്നേഹം എപ്പോഴാണ് എനിക്ക് തിരിച്ചറിഞ്ഞത്. എല്ലാവരും എന്നെ ചേർത്ത് പിടിച്ചു. എൻ്റെ എല്ലാ ബുദ്ധിമുട്ടിലും അവരെൻ്റെ കൂടെ നിന്നു. മാക്സിമം എന്നെ സന്തോഷിപ്പിച്ചു. എനിക്ക് എന്തൊക്കെ സന്തോഷിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ അവർ ചെയ്തു തന്നു. എല്ലാവരും 4 പേരും എൻ്റെ ഒപ്പം നിന്നു. അപ്പോഴാണ് അതിലിടക്ക് ഫ്ലൈ എന്നൊരു സംഘടനയിൽ വെച്ച് ഞാനും ബിജുവേട്ടനും നല്ല സുഹൃത്തുക്കളായിരുന്നു കേട്ടോ. 6 വർഷത്തോളമായിട്ട് നല്ല കമ്പനിയായിരുന്നു. നമ്മൾ ഒരിക്കലും പിണങ്ങാത്ത കൂട്ടുകാരായിരുന്നു. അങ്ങനെ അമ്മ മരിച്ച സമയത്ത് ബിജുവേട്ടനും ഫാമിലി ഇവരൊക്കെ എന്നെ കാണാൻ വേണ്ടിയിട്ട് വന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് തിരിച്ച് വന്നതിന് ശേഷമാണ് ബിജുവേട്ടൻ എന്തോ ഞാൻ ഒറ്റപ്പെട്ടിരിക്കുന്നത് എൻ്റെ ഒരു അവസ്ഥ ഒരിക്കലും കാണാത്തൊരു അവസ്ഥയിൽ എപ്പോഴും കളിച്ച് ചിരിച്ച് ഇങ്ങനെ നടന്നിരുന്ന എന്നെ പെട്ടെന്ന് ഞാൻ ഡൗൺ ആയിട്ട് കണ്ടപ്പോൾ ബിജുവേട്ടൻ ഞാൻ ഒറ്റപ്പെട്ടു പോകുമോ, ആരൊക്കെ ഉണ്ടെങ്കിലും എല്ലാവരും അവരുടെ ലൈഫിൽ തിരക്കിലല്ലേ. അപ്പോൾ എല്ലാവർക്കും എപ്പോഴും നമ്മളെ കൂടെ നിന്നിട്ട് സന്തോഷിപ്പിക്കാനോ അവരുടെ ജീവിതം അവർക്ക് നോക്കണ്ടേ. അപ്പം നമ്മൾ ശരിക്കും തീർത്തും ഒറ്റപ്പെട്ടു പോകും. അപ്പോൾ ആ തോന്നൽ ബിജുവേട്ടനുണ്ട്. അപ്പോൾ എന്നോട് ഇങ്ങനെ ചോദിച്ചു, നമുക്ക് ഒന്നിച്ച് ജീവിച്ചൂടെ എന്ന് വെച്ചു. അപ്പോൾ നമ്മൾ രണ്ടുപേരും വയ്യാത്തല്ലേ, അപ്പോൾ എന്തായാലും വീട്ടുകാർ സമ്മതിക്കില്ല എന്നാണ് ഞാൻ കരുതിയത്. ഞാൻ പറഞ്ഞു അച്ഛനോട് സമ്മതിക്കുമെന്ന് അറിയില്ല, എന്നാലും ഏട്ടൻ സംസാരിച്ച് നോക്കുമെന്ന്. അങ്ങനെ അച്ഛൻ സംസാരിച്ചപ്പോൾ എല്ലാവരും പറയുന്ന പോലെ തന്നെ അച്ഛൻ എന്നെ വയ്യാത്തല്ലേ, ഒട്ടും പറ്റില്ല, അപ്പം വേറൊരു വീട്ടിലോട്ട് അയച്ചാൽ എങ്ങനെയായിരിക്കും എൻ്റെ അവസ്ഥ. അതുകൊണ്ട് അവർക്കൊക്കെ ടെൻഷനായി, എൻ്റെ ഫാമിലി എല്ലാവർക്കും ടെൻഷനായി. പക്ഷെ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് അല്ലാതൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. നമ്മളെ മനസ്സ് തളർന്നാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞ അച്ഛാ കുഴപ്പമുണ്ടാവില്ല, നമ്മൾ ജീവിക്കും. അങ്ങനെ ഒരു ലൈഫ് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ എല്ലാവരും പോലെ അടിപൊളിയായിട്ട് ജീവിക്കാൻ പറ്റുന്നൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കല്യാണം ഉറപ്പിച്ചു. അങ്ങനെ അപ്പോൾ ഒരുപാട് നെഗറ്റീവ് പറഞ്ഞു കേട്ടോ, നാട്ടുകാരും സുഹൃത്തുക്കളൊക്കെ. അങ്ങനെ കുറേ ആൾക്കാർ നെഗറ്റീവ് പറഞ്ഞു. രണ്ടാളും വയ്യാത്തതാകുമ്പോൾ കുറച്ച് കാലം ഒന്നിച്ച് ജീവിക്കൂ, പിന്നെ ഒരു വീട്ടുകാർക്ക് മടുക്കും, പിന്നെ നമുക്ക് ഒന്നിച്ച് പോകാനൊന്നും ചെയ്യാൻ പറ്റില്ല, എനിക്കെല്ലാം ചെയ്തു തരണം, അങ്ങനെയൊക്കെ ഒരുപാട് നെഗറ്റീവ്. പക്ഷെ ഞാനൊന്നും ചെവിക്കൊണ്ടില്ല, എല്ലാം ഒരു ചെവി കെട്ടി മറ്റേ ചെവിയോടെ കളഞ്ഞു. അങ്ങനെ നമ്മൾ 2016 നവംബർ 27 നമ്മൾ അടുത്തൊരു ഓഡിറ്റോറിയത്തിൽ വെച്ച് ചെറിയൊരു ചെറിയ ചടങ്ങ് പറഞ്ഞാൽ എൻ്റെ അടുത്ത കൂട്ടുകാരും അടുത്ത ബന്ധുക്കളും അങ്ങനെ ഇവിടുന്ന് ഒരു വണ്ടി ആൾ വന്നു. അങ്ങനെ നമ്മൾ കല്യാണം കഴിച്ചു, ഇവിടേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ 8 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. വളരെ ഹാപ്പിയായിട്ട് ജീവിക്കുന്നു. എല്ലാവരുടെ ജീവിതത്തിലെ പോലെ നമ്മളുടെ ജീവിതത്തിലും എപ്പോഴും എല്ലാം തികഞ്ഞെന്ന് പറയാൻ പറ്റില്ല. കുറച്ച് പൈസ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകളും അങ്ങനെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ കടന്നു പോയിട്ടുണ്ട്. എല്ലാം തികഞ്ഞിട്ട് ആർക്കും ജീവിക്കാൻ പറ്റില്ല. അതെല്ലാം കല്യാണം കഴിച്ച എല്ലാ ഫാമിലിയിലുള്ള ആൾക്കാർക്കും ഉള്ളതുപോലുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടായുള്ളൂ. നമ്മളുടെ വൈയായിക കൊണ്ട് നമ്മൾ രണ്ടാൾ ജീവിതത്തിലും ഒരു പ്രശ്നം ഉണ്ടായില്ല. എന്നുവെച്ചാൽ എൻ്റെ ഫാമിലിയിലായാലും ഇവിടുത്തെ ഫാമിലിയിലായാലും നല്ല സപ്പോർട്ടായിരുന്നു നമുക്ക്. അങ്ങനെ വളരെ സന്തോഷത്തോടെ നമ്മൾ ഈ 8 വർഷം വേണ്ടിയാലും അതിലിടയ്ക്ക് എനിക്ക് മൗത്ത് പെയിൻറ്റിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ചെയ്യാൻ വേണ്ടെങ്കിലും കൂടുതലായിട്ട് എനിക്ക് അതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ കുഞ്ഞുമംഗലം മൗത്ത് പെയിൻ്റർ അതായത് പ്രശസ്തമായ കലാകാരനുണ്ട്, ഒരു ആർട്ടിസ്റ്റ് ഉണ്ട് ഗണേശേട്ടൻ, നമ്മളെ സുഹൃത്താണ് സുനിധി. അങ്ങനെ ഞാൻ വിജുവാണ് ഒരു ദിവസം അവിടെ പോയപ്പോൾ അവർ കുറച്ചും കൂടി എനിക്ക് പരിശീലനം തന്നു. അങ്ങനെ എനിക്ക് വരയിലേക്ക് കുറച്ചും കൂടി ശ്രദ്ധിക്കാനും വാട്ടർ കളറും അക്രലിക് പെയിൻ്റൊക്കെ ഞാൻ ചെയ്യാനൊക്കെ പഠിച്ചു. അപ്പോൾ ചിത്രം വരയും പിന്നെ അതിലിടയ്ക്ക് നമ്മൾ ഫ്ലൈ ഗാനമേള ട്രൂപ്പിൽ പാട്ട് പാടാൻ പോകാറുണ്ട്. അങ്ങനെ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ സ്വന്തമായിട്ട് ചെയ്യും. വീൽ ചെയർ പകലങ്ങനെ ഉപയോഗിക്കില്ല കേട്ടോ, യാത്ര പോകുമ്പോൾ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. വീട്ടിൽ ഇങ്ങനെ നിരങ്ങിയിട്ടൊക്കെ അകത്തൂടെയൊക്കെ ഞാൻ പോകും. ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. എൻ്റെ വിശേഷങ്ങൾ എല്ലാം ഞാനിപ്പോഴാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം എനിക്ക് ഒരുപാട് ആൾക്കാർ ഒരുപാട് സ്നേഹമൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ എൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ചിലവർക്ക് ഡൗട്ട് ഉണ്ടാവില്ല, എന്ത് പറ്റിയതാണ്, എന്താണ് വീൽ ചെയറിൽ കാണുന്നത്, എന്താണ് അങ്ങനെ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. ആ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. എൻ്റെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കിലൂടെയും കമൻസിലൂടെയും ഒക്കെ അറിയിക്കണം കേട്ടോ. എന്ത് നെഗറ്റീവും പോസിറ്റീവും ആയാലും നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിലെ കുറ്റങ്ങൾ എന്തുണ്ടെങ്കിലും നെഗറ്റീവ് ആയാലും മെസ്സേജിലൂടെ എന്നെ അറിയിക്കണം. പിന്നെ സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ഞെക്കി സഹായിക്കണം കേട്ടോ. ഓക്കെ, നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. ചെറിയ ചെറിയ വിശേഷങ്ങളും കഥകളൊക്കെ ആയിട്ട് ഞാൻ എപ്പോഴും നിങ്ങളുടെ മുന്നിൽ വരും. ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ.